ഒരു ആശ്വാസമായി തോന്നി. ഇതേക്കുറിച്ചിട്ടുള്ള വിശദാംശങ്ങളും വീഡിയോകളും അടുത്തതിൽ കാണാം. ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ. ഇതിൽ പറഞ്ഞിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ ഭാവനാ വിലാസമാണ്. എങ്കിലും ജീവിതം ജീവിച്ചു തീർക്കാനുള്ളതാണ് എന്നുള്ള മുന്നറിയിപ്പോടെ ചുരുക്കട്ടെ. അടുത്ത എപ്പിസോഡും നിങ്ങൾ കാണുമല്ലോ. നന്ദി, നമസ്കാരം. ചേട്ടാ, ഇനി നേരെ ബോട്ട് ജെട്ടിയുടെ അവിടെ മറ്റേ കുരിശ് ഇരിക്കുന്ന അവിടെ ബോട്ട് ജെട്ടിയുടെ അവിടെ ആയിട്ട് ഇങ്ങപ്പുറം റോഡ് സൈഡിൽ എങ്ങനെ ഇടാം, അല്ലെങ്കിൽ പാർക്ക് ചെയ്യുന്നവർക്ക് പൈസ കൊടുക്കും. എവിടെയെന്ന് വെച്ചാൽ അവിടെ ഇട്ടിട്ട് ആ കുരിശ് ഇരിക്കുന്ന ആ ചെറിയ അവിടെ ഒന്ന് കാണണം. റോഡ് സൈഡിൽ ഇട്ടാൽ പോരെ? മതി മതി. പക്ഷെ ആ കുമരത്തെ ആ ബേക്കറി ഇപ്പോഴും ഉണ്ടല്ലേ? 10-50 വർഷമായി കാണില്ലേ ഇത് മധുരം എന്നുള്ള? നമ്മുടെ നാട് കണ്ടിട്ട് എങ്ങനെയുണ്ട് അജിത്? അമ്പലത്തിൻ്റെ ഇവിടെ ഒന്ന് പോട്ട് അല്ലല്ല പോട്ട് തൈപ്പറമ്പിലെ ഇതെല്ലാം ഇങ്ങനെ കിടക്കല്ലേ? അല്ലല്ല, ഇതിലിപ്പോ എന്ത് കാണാനിരിക്കുന്നു? ഇടിഞ്ഞു മുറിഞ്ഞു കിടക്കല്ലേ? വേണ്ട, ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. പോട്ട് പഴയകാലം ബന്ധുക്കളുടെ തറവാടും പരിസരവും ഇന്ന് എല്ലാം വിറ്റഴിഞ്ഞ് പലരും യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ സെറ്റിലായിരിക്കുന്നു. കുടുംബത്തിലെ ഒരുപാട് പേർ വാർത്തൊരു ഭൂതലം കുമരകത്ത് ഞാൻ വന്ന് കണ്ടു. അതിലെ വിഷ്വൽസാണ് ഇത്. ഈ തോട്ടിലൂടെ എത്രയോ തവണ വള്ളത്തിൽ യാത്ര ചെയ്തിരിക്കുന്നു. കാണാൻ ഗംഭീരമായ ഒരു ഭൂതലം. വിശാലമായ വേമ്പനാട്ട് കായലിൻ്റെ മുന്നിലുള്ള കുരിശടി എൻ്റെ ബാല്യകാലത്ത് നിരവധി തവണ ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് ഇതിനകം നിറയെ ചെറിയ ചെറിയ പൂക്കളും മറ്റും നട്ടിരുന്നു. ഇവിടെ നിന്ന് മുഹമ്മയിലേക്കുള്ള ബോട്ട് സർവീസുണ്ട്. വിശാലമായി കിടക്കുന്ന ഒരു ഭൂതലം. പാതിരാമണിൽ
ഇവിടെയാണ് നീണ്ടു നിവർന്ന് കിടക്കുന്ന വിശാലമായ ഒരു ഭംഗിയുള്ളൊരു പ്രദേശം. ശരിക്കും വേമ്പനാട്ട് കായലിൻ്റെ ഈ സൗന്ദര്യം നുകരുന്നത് 20 വർഷങ്ങൾക്ക് ശേഷമാണ്. മാറ്റങ്ങൾ അധികമൊന്നുമില്ല എങ്കിലും ഇതിലൂടെ ബോട്ടുകളും മറ്റും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഞാനിപ്പോൾ കുമരകത്തുള്ള എൻ്റെ അച്ഛൻ്റെ തറവാട്ടിലാണ്. നേരത്തെ പല പ്രാവശ്യം പറഞ്ഞുവെങ്കിലും ആ കുടുംബത്തിലുള്ള എൻ്റെ മൂത്ത അപ്പച്ചിയുടെ മകനും മകൻ്റെ ഭാര്യയുമാണ് ഇവർ. ശ്രീധര കൊച്ചേട്ടനും ചേച്ചിയുടെ പേര് ഞാൻ മറന്നു. ശ്രീദേവി ചേച്ചിയാണ്. 10-20 വർഷത്തിന് ശേഷം കാണുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന ചേട്ടൻ, ഞങ്ങളിന്ന് ഇവിടുത്തെ കുമരകം ഭഗവതി ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് ഞങ്ങൾ വണ്ടിയിലിരിക്കുമ്പോഴാണ് ചേട്ടനെ കാണുന്നത്. അങ്ങനെ ഞാനും ചേട്ടനും കൂടി അവിടുത്തെ അയ്യപ്പ ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുതു വന്നു. കാരണം കുറേയധികം വീടുകൾ കാണണം, കുറേയധികം ആൾക്കാരെ കാണണം, ഈ 10-20 വർഷത്തെ കുമരകത്തിൻ്റെ മാറ്റങ്ങൾ കാണണം. അങ്ങനെ എൻ്റെ അച്ഛനും അച്ഛൻ്റെ പെങ്ങന്മാരും ഒരു തലമുറ കഴിഞ്ഞ് 2 തലമുറ കഴിഞ്ഞ് 3 തലമുറയോളം കഴിഞ്ഞ് അടുത്ത തലമുറയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഇവിടെ വന്നപ്പോൾ ഞാനും എൻ്റെ ശ്രീമതിയും കൂടെ ഇവിടെ വന്ന് ഇവരെയെല്ലാം ഒന്ന് കണ്ട് ഇന്ന് വൈകുന്നേരം തന്നെ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. പിന്നെ ചേട്ടനെ കണ്ടിട്ട് ഏകദേശം 20 വർഷമായോ 15 വർഷമായോ? 18 വർഷത്തോളമായി. 18 വർഷത്തോളമായി. ആ 18 വർഷത്തിൻ്റെ മാറ്റങ്ങളും കാണാറുണ്ട്. അന്ന് ഈ വീട് പണിഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഇല്ല. ഇത് പണിഞ്ഞിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഇതിപ്പോൾ 5 വർഷമായി. 5 വർഷം. അന്ന് ചേച്ചിയെ കാണുമ്പോൾ വേറൊരു ചെറിയ വീടായിരുന്നു അല്ലേ? ചെറിയ വീടായിരുന്നു. അത് കഴിഞ്ഞ് കാലാന്തരത്തിൽ ഇതെല്ലാം മാറ്റി പണിതു. അത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. മറ്റേ വീടിന് ചേട്ടാ എങ്ങനെ വന്നാലും 10-20 വർഷത്തിൻ്റെ പടങ്ങളില്ലേ ചേട്ടാ? അച്ഛനും ഒക്കെ എനിക്ക് ശരിക്കായിട്ട് ഓർമ്മയില്ല. അല്ല, എങ്കിലും ഒരു ഉദ്ദേശം അത്രയും പറ്റില്ല. എന്ന് വെച്ചാൽ ആ തടിയിലുള്ള തടിപ്പണികളല്ലേ? ഒരു 100 വർഷമെങ്കിലും കൃത്യമായിട്ട് അറിയാൻ മേല. അല്ല, എങ്കിലും ഇന്നും ആ തടികൾക്കൊന്നും ഒരു ഉളുപ്പോ അല്ലെങ്കിൽ ഒരു സംഗതിയുമില്ലല്ലോ. അതുപോലെ തന്നെ ഇരിക്കുന്നു. അതുപോലെ നല്ല തണുപ്പും ആ അന്തരീക്ഷത്തിൻ്റെ ആ കാലത്തിൻ്റെയൊക്കെ ഓർമ്മകൾ ഭയങ്കരമാണ്. അന്ന് ചേച്ചിയും ചേട്ടനെയും കണ്ടു. അന്ന് കുഞ്ഞുങ്ങളിവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടികളെല്ലാം കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ എവിടെയാണ് മോളൊക്കെ? ആ ശരി, കല്യാണം കഴിച്ചു. 2 പിള്ളേര്. ആ ശരി. മറ്റേ 2 പെൺകുട്ടികളല്ലേ? മറ്റേ മൂത്തയാള് അല്ല ഇളയാള്? ഒരാൾ 8ലും ഒരാൾ 3ലും. ശരി ശരി. ഇപ്പം ജീവിതം അങ്ങനെ ഒരു ഒഴുക്കിലങ്ങനെ പോകണമല്ലേ? എത്ര കാലത്തിന് ശേഷം ചേട്ടനെയും ചേച്ചിയും കാണുകയാണ്. എന്നുവെച്ചാൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ ഇല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള തിരക്കുകളും. കുമരകത്തിൻ്റെ ഭൂമിശാസ്ത്രം തന്നെ മറന്നൊരു അവസ്ഥയിലാണെങ്കിലും ആ റോഡും പഴയ ആ കുരിശടിയും വേമ്പനാട്ട് കായലും മുഹമ്മയും ഇതെല്ലാം ഓർക്കുമ്പോൾ ശരിക്കും സന്തോഷവും പ്രയാസമുണ്ട്. കാലം ഒത്തിരി മാറിയില്ലേ? അതിൻ്റേതായിട്ടുള്ള ആ തൈപ്പറമ്പൊക്കെ ഇപ്പം ഭയങ്കരമായിട്ട് മാറിയില്ലേ? ഭയങ്കരമായിട്ട് മാറിയില്ലേ? മാറി. അല്ല, അവിടെ 2-3 മഹാഗണിയൊക്കെ ഉണ്ടായിരുന്നല്ലോ ചേട്ടാ, അതെല്ലാം മുറിച്ചു. അത് ശരി. അല്ല, 90ഓളം വീടുകളുണ്ടായിരുന്നില്ലേ? ഇപ്പം എല്ലാം പോയിട്ട് 4-5 വീടുകളായി അല്ലേ? എല്ലാത്തിനും മാറ്റം. ഞാൻ പണ്ട് അവിടെ കുളിച്ചിരുന്ന ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ അനിയത്തി, ഞങ്ങൾ കൊച്ചപ്പച്ചി എന്ന് വിളിക്കുന്ന തങ്കമ്മപ്പച്ചിയില്ലേ? തങ്കമ്മപ്പച്ചിയും ചേട്ടൻ്റെ അമ്മയുടെ പേരെന്താ? ലക്ഷ്മിക്കുട്ടി വല്യമ്മയും. അതിനടുത്തുള്ള ഒരു ചെറിയ കുളമുണ്ടായിരുന്നു. ഈ പറമ്പിലും ഒരു കുളമുണ്ട്. എല്ലാ പറമ്പുകളിലെ കുളങ്ങളും ചെറിയ ചെറിയ കുളങ്ങൾ, വെള്ളം കുളിക്കാനൊന്ന് ആ തരത്തിലുള്ള, അതെല്ലാം ഇപ്പം മണ്ണിട്ട് മൂടി അവിടെയെല്ലാം ഒരുപാട് വീടുകൾ വന്നിരിക്കുന്നു. കാലത്തിൻ്റെ മാറ്റം. ആ പഴയ കുഞ്ഞിനാളിലെ ഇവിടെ വന്ന് സ്കൂൾ അടപ്പിന് ഇവിടെ വന്ന് താമസിക്കുമ്പോഴുള്ള ആ അനുഭവങ്ങളും ഇവിടുത്തെ മഴയത്ത് വരാൽ മീൻ പിടുത്തവും അങ്ങനെയുള്ള ആ പഴയ കാലമെല്ലാം ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നു. ഇപ്പോൾ
നിങ്ങളെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു. ചേട്ടനെന്ന് തോന്നുന്നു എന്നെ കണ്ടപ്പോൾ ഈ പെട്ടത്തലയും? എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് ശരി. നാളുകളായി വന്ന് കണ്ടിട്ട്. ഒരു 10-18 വർഷമായി. 10-18 വർഷമായി കണ്ടിട്ട്. അതിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ചേട്ടാ. എന്നാലും വന്നില്ലേ? പിന്നെ വന്നതിൽ തന്നെ വളരെ സന്തോഷം. എന്തായാലും ചേട്ടാ ഓർമ്മയിൽ തെളിയട്ടെ ഈ ഓർമ്മകളെല്ലാം. ഇനിയും കാലം ഇങ്ങനെ പോകും. എന്നാലും വീണ്ടും കാണാം ചേട്ടാ. ഓക്കെ ചേട്ടാ, ബൈ. ഇത് എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകളാണ്, വല്യപ്പച്ചിയുടെ മോള്. പൊന്നമ്മ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. നല്ല സ്നേഹമാണ്. ഇവിടുത്തെ ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം ഒരു 150-200 വർഷത്തോളം പഴക്കമുള്ള ഒരു വീടാണ്. എൻ്റെ അച്ഛനും മറ്റുള്ളവരെല്ലാം ഇവിടെ താമസിച്ച് വളർന്ന് അവരുടെ ജീവിതമെല്ലാം കഴിഞ്ഞ് അവരുടെ മക്കളുടെ മക്കളും ഒക്കെ ആയി 15 വർഷമായി 20 വർഷത്തോളമായി ഞങ്ങൾ ഇവിടെ വന്നിട്ട്, കുമരകത്ത് വന്നിട്ട്. ഇന്നും ആ പഴയ ഓർമ്മകളൊക്കെ അയവിറക്കി എന്നെ എടുത്തോണ്ടൊക്കെ നടന്നിട്ടുള്ളതാണ് പൊന്നമ്മ ചേച്ചി. ഇന്നും ആ സ്നേഹത്തിനും അതിനൊന്നും ഒരു കുറവും വന്നിട്ടില്ല. പിന്നെ എല്ലാം എന്നെ ശരിക്കും വഴക്കം ചെയ്തൊക്കെ പറയും. പക്ഷേ ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് തടിയിലാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പ്രത്യേകത ഇവിടുത്തെ ഒരു നിലവറയാണ്. ഇതിനകത്താണ് പണ്ട് കാലത്ത് ധാന്യങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്നത്. ഇതിനകത്താണ്. ഇന്നും അതങ്ങനെ തന്നെ നിലനിർത്തുന്നു. ഇവിടെ പ്രത്യേകിച്ച് ഫാനൊന്നും വേണ്ട. ഫാൻ ഇല്ലാണ്ട് തന്നെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ഇരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്യാം. ഇന്നും ആ പഴമയ്ക്കൊന്നും ഒരു പ്രശ്നവും വന്നിട്ടില്ല അല്ലേ ചേച്ചി? നല്ല അന്നും ഇന്നും അതുപോലെ തന്നെ നിലനിൽക്കുന്നു അല്ലേ? ഇനി എന്തെങ്കിലും ചേച്ചിക്ക് എന്നോട് പറയാനുണ്ടോ? ഒന്നും പറയില്ല. ഇനിയും വരണം, ഇനിയും ആണ്ടോടാണ്ട് വരുമ്പം വരണം. മക്കളെല്ലാം കല്യാണം കഴിച്ചു, കൊച്ചുമക്കളും ഒക്കെ ആയി. തിരുവനന്തപുരത്തും അവിടെ ഇവിടെയൊക്കെ ആണെങ്കിലും എപ്പോഴും ജനിച്ച മണ്ണും ജനിച്ച വീടും ജനിച്ച സ്ഥലവും അതിൻ്റെ ഒരു സന്തോഷം എടുത്തു പറയേണ്ടത് തന്നെ അല്ലേ? എന്തായാലും ശരിക്കും മനസ്സിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന്. വൈകുന്നേരം തന്നെ ഞങ്ങൾ വീണ്ടും ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ്. എന്തായാലും ചേച്ചി കാണാനൊക്കെ കഴിഞ്ഞതിൽ വളരെ അധികം സന്തോഷം.